ഗുഡ് മോർണിംഗ്. ഇന്ത്യയുടെ പുതിയൊരു സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ തേർഡ് ഡേ ഓഫ് ജേർണിയാണ് മസായി മാറ. സംസ്ഥാന സമ്മേളനം അത് എടുത്ത് കിട്ടിയില്ലേ? അതൊന്നുമല്ല, മിററിൽ കണ്ടിട്ടാണേ. അത് മിററിൽ ഇഷ്ടമാണ്. ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ സിംഹം, നമ്മുടെ പുള്ളിപ്പുലി, ഈ എല്ലാ കാര്യങ്ങളെയും കണ്ടു. ആനയും ആനക്കൂട്ടത്തെയൊക്കെ കണ്ടു. ഇത് ഞങ്ങൾ മാരാർ റിവറിൻ്റെ ഒരു 2 ബാങ്ക്സ് ജംഗ്ഷനാണ്, ഒരു മാരാർ റിവറിൻ്റെ ഒരു ജംഗ്ഷനാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ സൈഡിലുള്ള വെള്ളത്തിൻ്റെ കളർ, ഈ സൈഡിലുള്ള വെള്ളത്തിൻ്റെ കളർ. ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ക്ലൗഡ് ഉണ്ട്. ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പോയുടെ ഒരു ഫാമിലി ആ ഒരു റൈറ്റ് സൈഡിലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഹിപ്പോയുടെ നല്ല രീതിയിലുള്ള ഒരു കുടുംബം. ഹിപ്പോയെ പറ്റി പറയുകയാണെങ്കിൽ ഹിപ്പോസും ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഇഷ്ടപ്പെടുന്ന ഒരു ജീവജാലം അല്ലെങ്കിൽ ഒരു ജീവിയാണെന്ന് നമുക്ക് പറയാം. അതായത് മക്കള്, വൈഫ്, ഹസ്ബൻഡ്, അങ്ങനെ ഒരു കുടുംബം എന്ന് തന്നെ പറയാം. ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് നടക്കുന്ന ഹിപ്പോസ് വളരെ വിരളമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു ക്ലൗഡ് ജീവിതം എന്ന് പറയുന്നതൊക്കെ തന്നെ. അപ്പോൾ ഈ ഹിപ്പോസ് നമ്മൾ പൊതുവേ കാണുന്ന പോലെ അത്ര ശാന്തമൊന്നും അല്ലാതെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൊവോക്കിംഗ് മൊമെൻ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യുകയും, ഇത് വളരെ ശക്തനാണ്. നമ്മൾ വിചാരിക്കുന്നോട്ടല്ല, എത്രത്തോളം സ്പീഡിൽ ഇതിന് ഓടാൻ കഴിയുമോ അത്രത്തോളം സ്പീഡിൽ ഇതിന് നീന്താനും കഴിയും. അപ്പം ഒരു ജൈജാനിക് ഫിഗർ കണ്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. ആനയെ കണ്ടിട്ടില്ലേ, നല്ല വണ്ണമായിരിക്കും, പക്ഷേ ആനയ്ക്കും അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നോട്ടല്ല, എങ്ങനെ വേണമെങ്കിലും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഓടാൻ കഴിയും. ഈ വരുന്ന സ്പീഡൊന്നും അല്ല, പറഞ്ഞെങ്കിൽ വരും. അത്യാവശ്യം ഓർമ്മയൊക്കെ ഉള്ള മൃഗമാണ്. ഇതും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ജോസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക സ്ട്രോങ് ആണ്. മീൻസ് ലോവർ ജോ, അപ്പർ ജോ. ഇതിൻ്റെ വാ കൊണ്ട് ഇത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ആദ്യം ആ സംഭവം നടത്തും. ജാമ തീരുന്ന മുമ്പ് വേഗം അതാണ് എക്സ്ട്രാ ഇമ്പോർട്ടൻറ്റ്.
ഒരു തേക്കാൻ ഒരു കപ്പ് വരും. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ റിവറിൻ്റെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അത് അവർക്ക് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സീനറി. നമ്മുടെ നാട്ടിലെ കൂട്ട് അത്ര നിപ്പെട്ട വനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റ് സീയിങ് അല്ലെങ്കിൽ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മളുടെ നാട്ടിലെ പെരിയാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ്, ഏഷ്യയിലെ ഏറ്റവും നല്ല ഫോറസ്റ്റുകളിൽ ഒന്നാണെന്ന് പറയാമെങ്കിൽ പോലും ഇടതൂർന്ന വനങ്ങളിലെ കൂടെ നമുക്ക് സൈറ്റിംഗ് കിട്ടാനായിട്ട് വളരെ പാടായിരിക്കും. അപ്പോൾ ഹിപ്പോസും അങ്ങനെയാണ്. അവർ ശാന്തസുന്ദരമായ അവരുടെ ലോകത്ത് ഇങ്ങനെ വികാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. ഇതൊരു ഒരു കോഎക്സിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ കാറ്റിൽ ഫാമേഴ്സ് ഉണ്ട് ഈ മസായി മാറയിൽ. അവർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കാറ്റിൽസിനെ മേയിച്ചിട്ട് അവരുടെ സമയം ചെലവഴിക്കുന്നുണ്ട്. ഒരു വശത്ത് മൃഗങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 60, 70 or 100 ഏക്കേഴ്സിന് മുണ്ടക്കി കാണുന്ന ലാൻഡാണ് ഇവിടെ. ഒരു സ്ഥലങ്ങളിൽ വൈൽഡ് വൂഫ് ഉണ്ട്, ആഫ്രിക്കൻ ബഫലോസ് ഉണ്ട്, റൈനോസ് ഉണ്ട്, ലയൺസ് ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോഎക്സിസ്റ്റൻസ്, അതായത് വിശക്കുമ്പോൾ മാത്രം ഇര പിടിക്കുന്ന, ഒരുപക്ഷെ നമ്മളെക്കാട്ടിലും കുറച്ചും കൂടെ പ്രബുദ്ധരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം വിശക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു കാർവേഷൻസ്, ഫുഡ് അല്ലെങ്കിൽ അതിൻ്റെ ഫാമിലിയിൽ നിന്നൊരു കാര്യം വരുമ്പോൾ മാത്രമേ അത് മറ്റൊരു ജീവിയെ കൊല്ലാൻ നോക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ടെറിട്ടറി കാണും. നമ്മൾ ഇതിന് ഓരോന്നിനും ഓരോ ടെറിട്ടറി അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെറിട്ടറി മറ്റൊരു ആനിമൽ വന്നാൽ അതിനെ ജസ്റ്റ് ഒന്ന് പ്രൊവോക്ക് ചെയ്ത് ആ സ്ഥലത്തുനിന്ന് മാറ്റി നിർത്താനാണ് പരമാവധി നോക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ 24/7 അങ്ങനെ ഒരു യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വഴക്കാളിയായിട്ടുള്ളതല്ല ഒരു മൃഗങ്ങൾ ശാന്തസ്വരൂപർ എന്നല്ല, ദേ ഹാവ് എ വൈൽഡ് നേച്ചർ. പക്ഷേ ആ വൈൽഡ് നേച്ചർ തന്നെ അതിൻ്റെ ഒരു സംരക്ഷണത്തിനായിട്ട്, അതായത് സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് കൂടുതലും ഇത് ഉപയോഗിച്ച് വരുന്നത്.
വളരെ മനോഹരമായ കാഴ്ചയാണ്. ഹിപ്പോസ് തമ്മിൽ ഒന്ന് കടി കൂടുന്നതോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു നീരസം തുറന്ന് കാട്ടുന്നതൊക്കെ ആയിരിക്കാം. സോ ലൈക്ക് വൈസ് എവരി കമ്മ്യൂണിറ്റി ലൈഫ് ഒരു നമ്മൾ ഈ ഒറ്റയാൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, എനിക്കൊന്ന് ടൈഗർ അല്ലെങ്കിൽ അതിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആൾക്കാർ നമുക്ക് ഒറ്റയാൻ പരമ്പര, ഇതൊക്കെ ഒരു നമുക്കൊന്ന് മോഡലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതിനെയൊക്കെ കണ്ടായിരിക്കും ഒരു പക്ഷേ മനുഷ്യരും ഒരു കമ്മ്യൂണിറ്റി ലീവിങ് കാര്യങ്ങളൊക്കെ പഠിച്ചതും കണ്ട് കേട്ട് അറിഞ്ഞ് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. So signing off, amigos. Today we can see after the lunch.